സിയോൺ ക്ലാസിക്സ് TV ന്യൂസ് ടൈം. നമസ്കാരം. സിയോൺ ക്ലാസിക്സ് TVയിലേക്ക് സ്വാഗതം. കത്തോലിക്ക സഭ നടത്തുന്ന പുനരധിവാസ പ്രവർത്തനങ്ങളെക്കുറിച്ച് സർക്കാരുമായി ചർച്ച നടത്തി. കൽപ്പറ്റ. വയനാട്ടിലെ ദുരിതബാധിതർക്കായി നടപ്പിലാക്കുന്ന പുനരധിവാസ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആവശ്യമായ ആലോചനകളും ചർച്ചകളും നടത്തുന്നതിനായി കേരള കത്തോലിക്ക സഭയുടെ സാമൂഹ്യ സേവന വിഭാഗമായ കേരള സോഷ്യൽ സർവീസ് ഫോറത്തിന്റെ ദുരന്ത നിവാരണ സമിതി അംഗങ്ങൾ ഉരുൾപൊട്ടൽ ബാധിത മേഖലയിൽ സന്ദർശിച്ച് ആവശ്യമായ ചർച്ചകൾ നടത്തി. ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രമായ പുഞ്ചിരിമട്ടം, മുണ്ടക്കൈ, ചൂരൽമല പ്രദേശങ്ങൾ സന്ദർശിച്ച സംഘം രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിവരുന്ന സന്നദ്ധ പ്രവർത്തകരുമായും ഉദ്യോഗസ്ഥരുമായും ആശയവിനിമയം നടത്തി. ഉരുൾപൊട്ടലിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട സമീപ പ്രദേശത്തെ ഭവനങ്ങൾ സന്ദർശിച്ച് അവരുടെ അഭിപ്രായങ്ങളെയും നിർദ്ദേശങ്ങളെയും ആരായുകയും ചെയ്തു. ദുരിതബാധിത പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ താൽക്കാലികമായി വസിക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പുകളും സന്ദർശിച്ച് ആശയവിനിമയം നടത്തുകയും ചെയ്തു. മന്ത്രിസഭാ ഉപസമിതി അംഗങ്ങളായ റവന്യൂ മന്ത്രി കെ രാജൻ, വനം മന്ത്രി AK ശശീന്ദ്രൻ, പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ്, ടി സിദ്ദിഖ് MLA, കളക്ടർ DR മേഘശ്രീ, മുണ്ടക്കൈ ദുരന്തം സ്പെഷ്യൽ ഓഫീസർ ശ്രീറാം സാംബശിവറാവു എന്നിവരുമായി സമിതി അംഗങ്ങൾ ചർച്ച നടത്തി. കേരള കത്തോലിക്ക സഭ നടപ്പിലാക്കാൻ ലക്ഷ്യമിട്ടിരുന്ന 100 ഭവനങ്ങളുടെ നിർമ്മാണം, ഗൃഹ ഉപകരണങ്ങളും ജീവനോപാധികളും ലഭ്യമാക്കൽ, മാനസിക ആരോഗ്യം വീണ്ടെടുക്കൽ പ്രവർത്തനങ്ങൾ എന്നിവയുടെ തുടർ നടപടികളെക്കുറിച്ചും സുസ്ഥിര പുനരധിവാസം പൂർത്തിയാകും വരെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്നും മാറ്റി താൽക്കാലിക വാസസ്ഥലങ്ങളിൽ താമസിപ്പിക്കുന്നതിനെക്കുറിച്ച് സർക്കാരിൽ പ്രതിനിധികളുമായി ചർച്ച നടത്തി. കേരള സോഷ്യൽ സർവീസ് ഫോറം ഡയറക്ടർ ഫാദർ ജേക്കബ് മാവുങ്കൽ, KCBCയുടെ ദുരന്ത പുനരധിവാസ കമ്മിറ്റി അംഗങ്ങളായ മോൺ മൈക്കിൾ വെട്ടിക്കാട്ട്, ഫാദർ റൊമാൻസ് ആന്റണി, ഫാദർ ജോർജ് വെട്ടിക്കാട്ടിൽ എന്നിവരാണ് സന്ദർശന സംഘത്തിലുള്ളത്. കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.